അങ്ങനെ ഇതാ നമ്മുടെ ചിക്കു മരവും പൂത്ത് കുറേ ചിക്കു ആയിട്ടുണ്ട്. എന്തുമാത്രം ചിക്കുവാന്ന് നോക്കിയാ, അടിപൊളി. ഉള്ളിലോട്ടൊക്കെ നിപ്പുണ്ട്. ഇനി വേണം കുറെ ഷേക്ക് അടിച്ചു കുടിക്കാൻ. ഇവിടെ നിപ്പുണ്ട്. പക്ഷെ കുറെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്നേ അതിനകത്ത് ആയിട്ടുള്ളൂ. ഇങ്ങനെ വെറുതെ നിന്നല്ലേ? കുറച്ചുകൂടെ വെറുതെ നിൽക്കാൻ കാര്യം, ഇവിടെ ഒരു തെങ്ങ് നിപ്പുണ്ട്, ഇവിടെ കുറെ വാഴ നിപ്പുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം തണലായതുകൊണ്ട് നല്ല വെയിൽ വേണം, നല്ല വെയിലൊക്കെ വേണം. എല്ലാ ഫ്രൂട്ട്സും മരങ്ങൾക്കും വെയിൽ വേണം. അപ്പൊ അതിന്റെ കുറച്ച് ഓലയൊക്കെ വെട്ടിക്കളഞ്ഞു, വാഴ കുറച്ച് വെട്ടിക്കളഞ്ഞു. എന്നാലും കുറച്ച് വെട്ടിയോണ്ട് ഞങ്ങൾക്ക് ഇത്രയും ചിക്കു കിട്ടി. ബാക്കി കൂടെ വെട്ടിയിട്ട് ഇനി തെങ്ങും വെട്ടണം, വാഴയും വെട്ടണമെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ എങ്ങനെ പരിചരണവും കാര്യങ്ങളൊക്കെ? പരിചരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സത്യം പറയാലോ ഒന്നും വേണ്ടല്ലേ, പ്രത്യേകിച്ച് വെള്ളം നന്നായിട്ട് ഒഴിക്കണം. വളം വേണം എല്ലാത്തിനും. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വളം കൊടുക്കണം, കട്ടിക്കുള്ള ആഹാരം കൊടുക്കണം. പിന്നെ നിങ്ങൾ സ്ലറികൾ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ബയോഗ്യാസ് നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ബയോഗ്യാസിന്റെ സ്ലറി ഡൈല്യൂട്ട് ചെയ്തങ്ങ് കൊടുക്കും. അപ്പൊ അത് നല്ലതുപോലെ അങ്ങ് പച്ചപ്പ് പിടിച്ച് വന്നു. നമ്മുടെ അമ്മണിയൊക്കെ ഉള്ളപ്പോഴും, അമ്മണിയാടുണ്ടായിരുന്നല്ലോ, അവളും മക്കളും കൂടെ ഇതെല്ലാം ഒരു പരുവപ്പെടുത്തി നിർത്തിയിരുന്നായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ അവര് പോയല്ലോ ഇവിടുന്ന്. അതിന് ശേഷം എന്തായാലും രക്ഷപ്പെട്ട് കായൊക്കെ പിടിച്ചിങ്ങനെ വരികയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചിക്കും കൂടെ കഴിക്കാനായി അല്ലേ, ഒരു സന്തോഷം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിക്കുവിനകത്ത് തന്നെ നമ്മുടെ വള്ളിച്ചീര പടർന്നു നിൽക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഏക വള്ളിച്ചീരയാണ്, ബാക്കിയെല്ലാം പോയി. അപ്പോ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചു വരും, ഇങ്ങനെ എല്ലായിടും പടർന്നെടുക്കണ്ടെന്ന് കരുതിയിട്ട്. കൂടുതലിലോട്ട് പടർന്നു കഴിഞ്ഞാൽ പിന്നെ ചിക്കു നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഉള്ളതുപോലെ എല്ലാം നമ്മൾ സെറ്റ് ആക്കുകയാണ്. ഈ ചിക്കുവിന് എത്ര നാളാവും? പിടിക്കും കേട്ടോ. ഇതിപ്പോ ഇച്ചിരിയേ ഉള്ളൂ, ഇതിന് എന്നാവും എന്നൊന്നും പറയാൻ ഒരു 2-3 മാസം ആയില്ലേ എങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? 2 മാസത്തോളം ആയിട്ടുണ്ട്. 2 മാസത്തോളമായി. ഇതിനും വളരെ ഇനിയും 2 മാസം എടുക്കുമായിരിക്കും. നിപ്പം പാവമൊക്കെ കണ്ടിട്ട് ഇല്ലെന്ന് തോന്നുന്നു. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ പിടിക്കുമെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് വൈദ്യഭാഗ്യം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പിടിക്കും. നോക്കാം. എന്തായാലും നമുക്ക് ഇതിന് വേണ്ടുന്ന കെയറൊക്കെ കൊടുക്കണം. ഒന്നും വളം വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ ഫ്രൂട്ട്സിനും എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യം വളവും വെള്ളവും ഒക്കെ കൊടുത്തെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും നമ്മുടെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം, അല്ലാത്ത മമ്മി യൂസ് ചെയ്യുന്ന സ്ലറീസ്, അതെല്ലാം ഇതിന്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട്. വേറെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. 2-3 ടൈപ്പ് ചിക്കു വേറെ നമ്മൾ നട്ടിട്ടുണ്ട്. എന്തൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ രാജ്യത്തിന്റെ ഒക്കെ പേര് വെച്ചിട്ട് ഓരോ പേര് പറയും. അപ്പൊ നമ്മള് ഓക്കെ എന്ന് പറഞ്ഞ് വെക്കും. എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം നമ്മുടെ രക്ഷപ്പെട്ടു. എല്ലാം ഫ്രൂട്ട്സ് എല്ലാം കുറെ ആയിട്ടുണ്ട്. നമുക്ക് കാ പിടിക്കാനായിട്ടുള്ളതുണ്ട്, വളരാനുള്ള ചിലതുണ്ട്, ചിലത് വളർന്നു നിന്നിട്ട് എന്തോ ആയി എല്ലാത്ത കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ചിക്കു നമ്മുടെ എന്തായാലും വിലപ്പെട്ടു. ഇത് എത്ര വർഷമായി? 2 വർഷമായോ? 3-4 വർഷമായി. 3-4 വർഷമായോ? ഇതാണ് വേറൊരു ചിക്കു ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് ബനാന ചിക്കു എന്നാണ് അതിന്റെ പേര് കേട്ടോ. അതിനകത്തും ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പിടിച്ചായിരുന്നു. പക്ഷെ മറ്റേ ചിക്കുവിനെയും പെട്ടെന്ന് പഴുക്കുന്നുണ്ട് കേട്ടോ. അത് പഴുത്താണോ? ഇല്ല, പഴുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് പഴുത്തായിരുന്നു. അങ്ങനെ പഴുത്ത് നിന്ന് പപ്പ വെച്ചുകൊണ്ട് വരുമായിരുന്നു. പിന്നെ വേറൊരു ചിക്കു ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ പേരറിയത്തില്ല, ഏത് രാജ്യത്തിൻ്റെ പേര് വെച്ച് പറയണമെന്നുള്ളത്. കണ്ടോ, പുതിയത് ആയി വരുന്നുണ്ട്. കണ്ടോ, കായായി വരുന്നുണ്ട്, കായായി നിൽക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും 1 മാസം കൂടെ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നും നമ്മളൊന്ന് നോക്കും. ഇത് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്കൊന്നും വേണ്ടായിരിക്കും. അല്ല, ആദ്യമൊക്കെ പിടിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ മേളിലോട്ടൊക്കെ നിൽപ്പുണ്ട്. പിടിക്കട്ടെ അല്ല. ഇതാണ് നമ്മുടെ 3ാമത്തെ ചിക്കുമരം. അതങ്ങനെ വളർന്നു. അതിന് അപ്പുറത്തോട്ട് നമ്മുടെ പീനട്ട് ബട്ടർ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുക. മേളിലൊക്കെ അതിനകത്തും കായുണ്ട്. ഈ സപ്പോർട്ടയ്ക്കകത്ത് ഇതുവരെ കായൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ചിക്കു അല്ലെങ്കിൽ സപ്പോർട്ടയുടെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ സപ്പോർട്ട കൃഷി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.